ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് GPRS ടെക്നോളജിയാണ്. GPRS ഈസ് എ ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസ്. GPRSൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പാക്കറ്റ് സ്വിച്ചിങ് ടെക്നോളജിയാണ്. നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് എഫിഷ്യൻറ്റ് ട്രാൻസ്ഫർ ഓഫ് ഡാറ്റയാണ്. GPRS ഈസ് എ പാക്കറ്റ് സ്വിച്ചിങ് ടെക്നോളജി ദാറ്റ് എനേബിൾസ് ദ ഡാറ്റ ട്രാൻസ്ഫർ ത്രൂ സെല്ലുലാർ നെറ്റ്വർക്ക് GSM. നമ്മൾ മുന്നേ കണ്ടത് GSM ടെക്നോളജി ആയിരുന്നു. അതിനകത്ത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നത് വോയിസ് ആയിരുന്നു. GPRSൽ നമ്മൾ വോയിസിൻ്റെ കൂടെ ഡാറ്റയും കൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് പ്രൊവൈഡിങ് എൻഡ് ടു എൻഡ് വയർലെസ് കണക്ടിവിറ്റി. അതായത് GSMൻ്റെ എക്സിസ്റ്റിംഗ് ആർക്കിടെക്ചറിൽ ചില മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് നമ്മൾ എൻഡ് ടു എൻഡ് വൈഡ് ഏരിയ വയർലെസ് IP കണക്ടിവിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മെയിൻ ബെനിഫിറ്റ്സ് ഓഫ് GPRS അതാണ് നമ്മളിൽ നോക്കാൻ പോകുന്നത്. റിസോഴ്സസ് ആർ റിസർവ്ഡ് ഓൺലി വെൻ നീഡഡ് ആൻഡ് ചാർജ്ഡ് അക്കോർഡിംഗ്ലി. അതായത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ടയോ റിസീവ് ചെയ്യേണ്ടയോ സമയത്ത് മാത്രം നമ്മൾ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നു. അടുത്തതെന്ന് പറഞ്ഞാൽ കണക്ഷൻ സെറ്റപ്പ് ടൈംസ് ആർ റെഡ്യൂസ്ഡ് ആൻഡ് ഓൾസോ എനേബിൾസ് ന്യൂ സർവീസ് ഓപ്പർച്യൂണിറ്റീസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് GPRSൻ്റെ ആർക്കിടെക്ചറാണ്. ഇതാണ് GPRSൻ്റെ ആർക്കിടെക്ചർ. ഇതിനകത്ത് നമ്മൾ GSMൻ്റെ ആർക്കിടെക്ചറിൽ ചെറിയൊരു മോഡിഫിക്കേഷനാണ് വരുത്തിയിട്ടുള്ളത്. അതായത് ഇത് രണ്ട് സപ്പോർട്ടിംഗ് നോഡ്സിനും കൂടെ ആഡ് ചെയ്തു, SGSN ആൻഡ് GGSN. GPRS ആർക്കിടെക്ചർ ഇറ്റ് യൂസസ് GSM ആർക്കിടെക്ചർ പ്ലസ് GSN. GSN എന്ന് പറയുന്നത് GPRS സപ്പോർട്ട് നോഡ്സ് ആണ്. രണ്ട് സപ്പോർട്ട് നോഡ്സ് ആണ് GPRSലുള്ളത്. ഒന്നെന്ന് പറയുന്നത് SGSN, അതായത് സർവീസിങ് GSN. അടുത്തെന്ന് പറയുന്നത് GGSN, അതായത് ഗേറ്റ്വേ GSN. ഇറ്റ് യൂസസ് പാക്കറ്റ് സ്വിച്ചിങ് ടെക്നോളജി ആൻഡ് ഓൾസോ ഫാസ്റ്റർ ദാൻ GSM ആൻഡ് CDMA. And it enables simultaneous transmission of packets. GPRS provide efficient access to packet data networks. Multi-slot operation in GPRS lead to efficient channel utilization. അതായത് ആക്റ്റീവായിട്ടുള്ള യൂസേഴ്സ് എല്ലാം റിസോഴ്സസ് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. GPRS ഈസ് മോർ എഫക്റ്റീവ് ഫോർ ലോങ് ഡാറ്റ പാക്കറ്റ് ട്രാൻസ്മിഷൻ ദാൻ ഷോർട്ട് വൺസ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് GPRSൻ്റെ രണ്ട് സപ്പോർട്ട് നോഡുകളാണ്. There are two network nodes used to offer packet data service called GPRS support nodes. First one എന്ന് പറയുന്നത് സർവീസിങ് GPRS സപ്പോർട്ട് നോഡ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗേറ്റ്വേ GPRS സപ്പോർട്ട് നോഡ്. സർവീസിങ് GPRS സപ്പോർട്ട് നോഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു GSMൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നത് വോയിസ് ആണെന്ന്. ഇവിടെ നമ്മൾ GSMൽ നമ്മൾ വോയിസ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് MSC എന്ത് ഫങ്ഷനാലിറ്റിയാണോ ചെയ്തുകൊണ്ടിരുന്നത് അതേ സെയിം ഫങ്ഷനാലിറ്റിയാണ് SGSN പാക്കറ്റ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഗേറ്റ്വേ GPRS സപ്പോർട്ട് നോഡ് എന്ന് പറയുന്നത് അത് ആക്ച്വലി ഒരു ഗേറ്റ്വേ ആണ്. അതായത് എക്സ്റ്റേണൽ PDAയും GPRS ബാക്ക് ബോണിൻ്റെയും ഒരു ഗേറ്റ്വേ ആയിട്ടാണ് ഗേറ്റ്വേ GPRS സപ്പോർട്ട് നോഡ് ആക്ട് ചെയ്യുന്നത്. സർവീസിങ് GPRS സപ്പോർട്ട് നോഡ്. Servicing GPRS support node is one of the GPRS support node. It delivers data packets to mobile station and vice versa. അതായത് ഡാറ്റ പാക്കറ്റിന് ടു ആൻഡ് ഫ്രോ മോഷൻ ആണിത് സപ്പോർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിറ്റക്റ്റ് ആൻഡ് രജിസ്റ്റർ ന്യൂ GPRS MS ഇൻ ഇറ്റ്സ് സർവീസിങ് ഏരിയ. അതായത് പുതിയ മൊബൈൽ സബ്സ്ക്രിപ്ഷൻ, അതൊക്കെയാണ് SGSൻ്റെ ഫങ്ഷനാലിറ്റി. നെക്സ്റ്റ് എന്ന് പറയുന്നത് പാക്കറ്റ് റൗട്ടിംഗ്, ട്രാൻസ്ഫർ ആൻഡ് മൊബിലിറ്റി മാനേജ്മെൻറ്റ് ആൻഡ് ഒതൻറ്റിക്കേഷൻ ആൻഡ് മെയിൻറ്റെയിനിങ് ഓഫ് യൂസർ പ്രൊഫൈൽ. പിന്നെ അതിൻ്റെ ലൊക്കേഷൻ രജിസ്റ്ററിൽ ഇറ്റ് സ്റ്റോർ ലൊക്കേഷൻ ഇൻഫർമേഷൻ ആൻഡ് യൂസർ പ്രൊഫൈൽസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗേറ്റ്വേ GPRS സപ്പോർട്ട് നോഡ് GGSN.
It interfaces GPRS backbone network and external packet data network, and it converts GPRS packets from SGSN to the PDP format, that is packet data protocol format. And it also stores the current SGSN address and profile of the user in its location register, and also perform authentication and charging functionalities. ഇനിയുള്ളത് GPRS രജിസ്റ്റർ ആണ്. GPRS രജിസ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ്റഗ്രേറ്റഡ് വിത്ത് GSM HLR ആണ്. ആൻഡ് ഇറ്റ് ഓൾസോ മെയിൻറ്റെയിൻസ് GPRS സബ്സ്ക്രൈബർ ഡാറ്റ ആൻഡ് റൗട്ടിംഗ് ഇൻഫർമേഷൻ ആൻഡ് ഓൾസോ സ്റ്റോർ കറൻറ്റ് SGSN അഡ്രസ്. ഇനിയുള്ളത് 4 സബ്സിസ്റ്റങ്ങളാണ്. GPRSന് 4 സബ്സിസ്റ്റങ്ങളുണ്ട്. BSS, GSS, NSS, RSS. RSS എന്ന് പറയുന്നത് റേഡിയോ സ്റ്റേഷൻ സബ്സിസ്റ്റമാണ്. BSS എന്ന് പറയുന്നത് ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റമാണ്. NSS എന്ന് പറയുന്നത് നെറ്റ്വർക്ക് സബ്സിസ്റ്റമാണ്. GSS എന്ന് പറയുന്നത് ഗേറ്റ് വേ സബ്സിസ്റ്റമാണ്. ഇനി ഫസ്റ്റ് നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റം. Base station subsystem need to enhancement to recognize and send packet data. Base station subsystem include base, transceiver station and mobile stations. Next എന്ന് പറയുന്നത് network subsystem ആണ്. It consists of a number of servicing GSM and mobile service switching centers. It helps in authentication, operation and maintenance of subsystem. നെക്സ്റ്റ് എന്ന് പറയുന്നത് റേഡിയോ സ്റ്റേഷൻ സബ്സിസ്റ്റം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് മൊബൈൽ സ്റ്റേഷൻസ്, ബേസ് ട്രാൻസീവർ സ്റ്റേഷൻസ് ആൻഡ് ബേസ് സ്റ്റേഷൻ കൺട്രോളേഴ്സ്. മൊബൈൽ സ്റ്റേഷൻസ് ഹാവിംഗ് GPRS capabilities. And it stores a cipher key sequence number എന്ന് പറയുന്നത് ലോജിക്കൽ ഐഡൻറ്റിറ്റി ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗേറ്റ് വേ സബ്സിസ്റ്റം ആണ്. It consists of servicing GSM and gateway GSM. It provides connection to other networks and PDS. ഇനി നമ്മൾ കാണാൻ പോകുന്നത് GPRSൻ്റെ പ്രോട്ടോകോൾ ആർക്കിടെക്ചർ ആണ്. ഇതിനകത്ത് വരുന്ന ഓരോ പ്രോട്ടോകോളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് സബ് നെറ്റ്വർക്ക് ഡിപ്പെൻഡൻറ്റ് കൺവേർജൻസ് പ്രോട്ടോകോൾ ആണ്. അത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ഡാറ്റ പാക്കറ്റ്സ് ബിറ്റ്വീൻ servicing GSM and mobile stations, and also used in compression and decompression of user data and header information. ഇനി കാണാൻ പോകുന്നത് ഡാറ്റ ലിങ്ക് ലെയർ ആണ്. ഡാറ്റ ലിങ്ക് ലെയറിന് 2 സബ് ലെയേഴ്സ് ഉണ്ട്. ഒന്ന് ലോജിക്കൽ ലിങ്ക് കൺട്രോൾ ലെയറും പിന്നെ മീഡിയം ആക്സസ് കൺട്രോൾ ലെയറും. ലോജിക്കൽ ലിങ്ക് കൺട്രോൾ എന്ന് പറയുന്നത് മൊബൈൽ സ്റ്റേഷനും സർവീസിങ് GSMനും ഇടയ്ക്കാണ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മൊബൈൽ സ്റ്റേഷനും BSSനും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലോജിക്കൽ ലിങ്ക് കൺട്രോൾ. ഇറ്റ് എസ്റ്റാബ്ലിഷസ് ഹൈലി റിലയബിൾ ലോജിക്കൽ ലിങ്ക് ബിറ്റ്വീൻ മൊബൈൽ സ്റ്റേഷൻ ആൻഡ് ഇറ്റ്സ് അസൈൻഡ് സർവീസിങ് GSM. റേഡിയോ ലിങ്ക് കൺട്രോൾ എസ്റ്റാബ്ലിഷസ് എ റിലയബിൾ ലിങ്ക് ബിറ്റ്വീൻ മൊബൈൽ സ്റ്റേഷൻ ആൻഡ് BSS. മീഡിയം ആക്സസ് കൺട്രോൾ it control access items of a mobile station on a radio channel shared by several MSS. അതായത് മീഡിയം ആക്സസ് കൺട്രോൾ ഡാറ്റ ലിങ്ക് ലെയറിലെ മീഡിയം ആക്സസ് കൺട്രോൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരുപാട് സ്റ്റേഷൻസ് ഒരേ ടൈം ഒരു ഷെയർഡ് ചാനൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുമ്പം അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് BSS GPRS ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ. It delivers routing and quality of service related information between BSS and SGSM. GPRS tunneling protocol, GTP, tunnels user data packets and related signaling information between GSMs.